ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സോസേജ് റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഒരു 2 പേർക്ക് കഴിക്കാനുള്ള സോസേജാണ് എടുത്തത്. ഒരു 4 സോസേജ് എടുത്തിട്ടുള്ളൂ. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പെപ്പറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ടൊമാറ്റോ, ഒരു ഓണിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ഗ്രീൻ ചില്ലി സ്പൈസി ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ, ഒരു കറി ലീവ്സിൻ്റെ സ്റ്റെം. നമ്മളത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ എടുത്തിട്ട് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. സൺഫ്ലവർ, കനോല ഓയിൽ, ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇച്ചിരി ചൂടായിട്ട് നമുക്ക് ഈ സോസേജസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പൊതുവേ എനിക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. നമ്മൾ കറിക്കകത്തോട്ട് ഡയറക്റ്റ് ഇടുമ്പോൾ ഒരു ബോയിൽ ചെയ്ത് സ്റ്റീം ചെയ്തൊരു അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് സോസേജസ് എടുക്കുക. ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ബ്രൗൺ ഒന്നായി കഴിഞ്ഞിട്ട് നമുക്ക് അതേ പാനിൽ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്ത് മസ്റ്റേർഡ് സീഡ്സ് ഇടുക. ഞാൻ അതിനകത്ത് കായം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൈജഷന് നല്ലതാണ് കായം. സോസേജ് അല്ലേ, മീറ്റിൻ്റെ ഐറ്റം ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് എപ്പോഴും കായം ചേർക്കാറുണ്ട്. ഒരു ലൈറ്റിഷ് പിങ്കിഷ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് അനിയൻ സോട്ടേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ് എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ അതിനകത്തോട്ട് ഇടാം. ടൊമാറ്റോ ഇട്ട ഉടനെ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിടണം. അന്നേരം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. പെട്ടെന്ന് ടൊമാറ്റോസും ഓണിയൻസും ഒക്കെ നല്ലോണം വെന്ത് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ. പിന്നെ അതിനകത്തൊരു മസാലപ്പൊടി ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. ഞാൻ ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം, ഗരം മസാല ചേർക്കേണ്ടവർക്ക് ഗരം മസാല ചേർക്കാം. ഞാൻ ഇതിനകത്ത് മീറ്റ് മസാല ചേർക്കുന്നത്. മീറ്റ് മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അതിനെ കിട്ടുക. നല്ലോണം സോട്ടേ ചെയ്ത് അതിൻ്റെ ആ ഓയിലൊക്കെ ഊസ് ഔട്ട് ആവണം. മസാലകൾ വെന്തു എന്ന് നമുക്കറിയാവുന്ന അതിൻ്റെ നല്ലോണക്ക് അതിനകത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് ഓയിൽ ഊസ് ഔട്ട് ആവുമ്പം നമ്മുടെ മസാല നല്ലോണം കുക്കായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ സോസേജ് കറി 10-15 മിനിറ്റ്സും കൊണ്ട് വെന്ത് കിട്ടുക. ചോപ്പിങ്ങിൻ്റെ ഉള്ള ഒരു ടൈം കൺസ്യൂമേ ഉള്ളൂ. അല്ലാതെ ഇത് പക്ഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഒരു കറി ആകുമ്പോൾ നമുക്ക് സോസേജ് കറി ഉണ്ടാക്കാം. ഇന്ന് എനിക്ക് ഈവനിങ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ രാത്രിയിലെ ഡിന്നറിന് വേണ്ടി ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജസ് അതിനകത്തോട്ടിട്ട് നല്ലോണക്ക് മിക്സ് ചെയ്ത് എല്ലാ സോസേജസിലും അരപ്പ് പിടിച്ചെന്ന് നമുക്ക് തോന്നണം. നല്ലോണമൊക്കെ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി ലൂക്ക് വോം വാട്ടർ, നോൺ വെജ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഇച്ചിരി ലൂക്ക് വോം വാട്ടർ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്തോട്ട് ഒരു എത്ര ഗ്രേവി വേണോ, തിക്കായിട്ട് വേണോ, അത് റോസ്റ്റ് പോലെയാണോ അതോ ഇച്ചിരി കറി പോലെയാണോ നിങ്ങൾക്ക് വേണ്ടിയെന്നനുസരിച്ചുള്ള വെള്ളം നമുക്ക് ലൂക്ക് വോം വാട്ടർ ഒഴിക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണക്ക് വെന്ത് അതിൻ്റെ ആ വെള്ളം എല്ലാം ഇച്ചിരി ഒന്ന് തിക്കാവണം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ലിഡ് വെച്ച് അടച്ച് വെക്കണം. അന്നേരം തന്നെ ഇരുന്നൊരു 10 മിനിറ്റ്സ് മതിയാവും. നിങ്ങൾക്ക് ഇത് കുക്കറിലും ഉണ്ടാക്കാം, പാനിലും ഉണ്ടാക്കാം. കുക്കറിൽ 1 വിസിൽ മതി. നമ്മൾ നല്ലോണം അത് മാരിനേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒരേ ഒരു വിസിൽ കുക്കറിൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് കറി വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഇച്ചിരി തിക്കായിട്ട് വരുന്നുണ്ട്. അത് ഇച്ചിരി കൂടി ഇത് ഗ്രേവി ഒന്ന് പറ്റിയാൽ നമ്മുടെ കറി റെഡിയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഈ സോസേജ് കറി ഉണ്ടാക്കണതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഞങ്ങൾക്ക് പൊതുവേ സോസേജ് ഫ്രൈ ആണ്